നമസ്കാരം. ഓൾറൗണ്ട് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു സെയിൽസ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് ഡെൽ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ള ലാപ്ടോപ്പുകളാണ്. മിക്ക ആളുകളും ഒരു 5000 രൂപയിൽ താഴെ വരുന്ന ലാപ്ടോപ്പുകൾ വന്നു കഴിഞ്ഞാൽ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ലാപ്ടോപ്പുകൾ പരിചയപ്പെടൽ മാത്രമല്ല, അത് നമുക്ക് സെയിൽ ചെയ്യാൻ കൂടി ഉള്ളതാണ്. അപ്പോൾ ഓരോ ലാപ്ടോപ്പിനും ഓരോ പോരായ്മകളുണ്ട്. ചിലത് കീബോർഡ് കംപ്ലൈൻറ്റ്, ചിലത് ബാറ്ററി ഇല്ല, അതുപോലെ തന്നെ അഡാപ്റ്റർ വരാത്തത് വന്നിട്ടുണ്ട്. എന്തായാലും ബോർഡും കാര്യങ്ങളൊക്കെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്, ഇഞ്ചക്സ് കാര്യങ്ങളൊന്നും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് കമ്മിയായിട്ടാണ് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കീബോർഡ് ബാറ്ററി ഒക്കെ ഞാൻ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഞാൻ വരുത്തി തരാം. അപ്പോൾ ഇന്ന് പരിചയപ്പെടുന്ന ലാപ്ടോപ്പിൻ്റെയൊക്കെ എല്ലാ ആക്സസറീസും നമുക്ക് സ്പെയറുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം, നമ്മളെ തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള ലാപ്ടോപ്പുകളാണ്. നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്കത് കൊറിയർ അയക്കുന്ന രീതിയിലാക്കി തരാം. അപ്പോൾ നമ്മളത് ഇപ്പോൾ കീബോർഡ് കംപ്ലൈൻറ്റിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ അതിൻ്റെ കീബോർഡിൻ്റെ പ്രൈസ് കമ്മിയാക്കിയിട്ടാണ് ഞാൻ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ ലാപ്ടോപ്പുകൾ നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലാപ്ടോപ്പ്. ഇത് ഞാൻ പറഞ്ഞായിരുന്നു നമുക്കൊന്ന് പരിചയപ്പെടുന്നതൊക്കെ ഡെല്ലാണ്. അപ്പോൾ ഇത് സ്ക്രീൻ സൈസ് വരുന്നത് 15.6 ആണ്. നമുക്ക് മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാതെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ചെക്ക് ചെയ്യുന്ന വീഡിയോസുകൾ, ഇതിൻ്റെ പോരായ്മകൾ, ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് എത്ര GB ആണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ ഏത് ജനറേഷൻ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ തന്നെ അറിയിക്കുക. നെക്സ്റ്റ് നമുക്ക് ഏതാ നോക്കാം. ഇത് നമുക്ക് ഡെല്ല് ബ്രാൻഡിൽ വരുന്ന ലാപ്ടോപ്പാണ്. ഞാൻ പറഞ്ഞായിരുന്നു നമുക്കൊന്ന് എല്ലാവരും ഡെല്ലാണ്. 15.6 ആണ് സ്ക്രീൻ സൈസ് വരുന്നത്, പേപ്പർ LCD ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ അറിയാം. അടുത്ത ലാപ്ടോപ്പ് ഈ ഒരു ലാപ്ടോപ്പാണ്, സ്ലിം ടൈപ്പാണ് വരുന്നത്. ഇതും ബ്രാൻഡ് വരുന്നത് ഡെല്ലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വീഡിയോയിൽ അറിയാം. നെക്സ്റ്റ് ലാപ്ടോപ്പ് ഈ ഒരു രീതിയാണ് വരുന്നത്. ഇതിൻ്റെ സ്ക്രീൻ സൈസും 15.6 അല്ല, അത് 14 ഇഞ്ചാണ് സ്ക്രീൻ സൈസ് വരുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ചെക്ക് ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ഡെല്ല് ലാപ്ടോപ്പ് ഈ ഒരു രീതിയാണ് വരുന്നത്. ഇതും സ്ക്രീൻ സൈസ് വരുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ, അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റാം ഏതാണ്, SSD ആണോ ഹാർഡ് ഡിസ്ക് ആണോ, അത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള ലാപ്ടോപ്പിൻ്റെയൊക്കെ പ്രൈസ് കാര്യങ്ങൾ, നമ്മുടെ ലൊക്കേഷന്, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ, അത് കൊറിയർ അവൈലബിൾ ആണോ, അങ്ങനെ A to Z നമ്മൾ ഈ വീഡിയോയിൽ അറിയിക്കുമ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആൻഡ്രോയിഡ് ബോക്സ് നമുക്ക് 24-ാം തീയതി വരെ ഇരുന്ന ടൈം ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 26-ാം തീയതിയാണ്. ഇതെനിക്ക് തോന്നുന്നത് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് 26, 27, 28-ാം തീയതി ആയിരിക്കും ഒരു പക്ഷേ ഞാനത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ആൻഡ്രോയിഡ് ബോക്സ് ഇതാണ്. അപ്പോൾ ഇതാണ് വിന്നർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ആൻഡ്രോയിഡ് ബോക്സ്. ഞാൻ ഓൾറെഡി ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാക്കിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കൊറിയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പാക്കിങ്ങിൽ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ പുതുതായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സെയിൽസ് റിലേറ്റഡ് വീഡിയോസിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവർക്കും നമ്മളെ സബ് ചെയ്തവർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഓരോ ഗാഡ്ജറ്റുകൾ നമ്മൾ കമൻറ്റ് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ ഏതെങ്കിലും ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ പ്രൊജക്ടർ ആണെങ്കിൽ പ്രൊജക്ടർ, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ മ്യൂസിക് സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെയൊക്കെ എന്തിൻ്റെയൊക്കെ ഒരു പ്രൈസ് പറയും. ആ പ്രൈസ് എത്രയാണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ഓരോ ഡിവൈസുകളാണ്. ഇത് ഞാൻ കൊടുക്കുന്നത് ഈ ഒരു ഡിവൈസാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് HDMI വരുന്നുണ്ട്, എതർനെറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 USB പോർട്ട് വരുന്നുണ്ട്, ഒരു കാർ റീഡർ വരുന്നുണ്ട്, ഒരു SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഇത് X96 mini എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ബോക്സ് ആണ്. അപ്പോൾ ഇത് സ്പെക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഏത് രീതിയിലാണ് വിന്നറെ കണ്ടെത്തുക, അതുപോലെ തന്നെ ഇത് ഏത് രീതിയിലാണ് നിങ്ങളുടെ കൈകളിലെത്തുക എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്കൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് സംഭവം എന്താണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഇതിൻ്റെ പവർ കേബിളാണ്. ഇതിൻ്റെ പവർ കേബിൾ നമുക്ക് 5 വോൾട്ട് വരുന്നത് ഈ ഒരു രീതിയാണ്. അപ്പോൾ ഇതും ഈ ഒരു ബോക്സിൻ്റെ അകത്തുണ്ടാവും. അതുപോലെ തന്നെ
ഇതിൻ്റെ കൂടെ 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ, ഇതും 3 ആംസിൻ്റെ ഒറിജിനൽ അഡാപ്റ്റർ തന്നെയാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിന്നർ നമുക്ക് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ഒക്കെ പ്രൈസ് കാര്യങ്ങൾ ഒക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോസിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു ഡിവൈസാണ്. ഇതൊരു വൈഫൈ റിപ്പീറ്ററോട് കൂടിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സ്വിച്ചാണിത്. ഇത് നല്ല പ്രൈസ് വരുന്നതാണ്. ഇത് 5G പിന്നെ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ സിം കാർഡ് ഇടാം. അതുപോലെ തന്നെ നമുക്ക് ക്ലൗഡിന് വേണ്ടിയിട്ട് നമുക്ക് SD കാർഡ് ഇടാം. നല്ല പ്രൈസ് വരുന്ന ഒരു അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഡിവൈസാണ് കേട്ടത്. ഇതിൽ നമുക്ക് 4 എതർനെറ്റ് ഒരു പിന്നെ സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈഫൈ നമുക്ക് വയർലെസ്സോട് കൂടിയിട്ട് റിപ്പീറ്റർ ആൻഡ് റൗട്ടറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാൽ അറിയാം. അടുത്തത് നമുക്കൊരു വൈഫൈ വയർലെസ് എക്സ്റ്റൻഡറാണ്. അത് ഏതാ നോക്കാം. അടുത്ത് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഡിവൈസാണ്. ഇത് നമുക്ക് വയർലെസ് വൈഫൈ എക്സ്റ്റൻഡറാണ്. നമ്മളെ താഴത്തെ നിലയിൽ നിന്ന് മേലത്തെ നിലയിൽ നമുക്ക് റൂമിൽ വൈഫൈ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലഗിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയർലെസ് ആയിട്ട് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇതും നമുക്ക് കമൻറ്റ് ചെയ്തവർക്കും സബ് ചെയ്തവർക്കും കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഈ ആൻഡ്രോയിഡ് ബോക്സിൻ്റെ വിന്നർ ആരാണ് നമുക്ക് കണ്ടെത്തുക. അതിനുശേഷം നമുക്ക് ലാപ്ടോപ്പിൻ്റെ പ്രൈസ് കാര്യങ്ങൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ചാനൽ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ചെയ്യും. അതല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷനിൽ ഒന്ന് വാങ്ങിക്കാം. 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിന്നർ പിന്നെ തേടി എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അടുത്ത വീഡിയോയിൽ വീണ്ടും ഉൾപ്പെടുത്തും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് വിന്നറെ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പ്രൈസ് കാര്യങ്ങളും നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോണ ലാപ്ടോപ്പ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയാണ് വരുന്നത്. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് വരുന്നത് Core i7 ആണ് പ്രോസർ വരുന്നത്. i7 പ്രോസറാണ് വരുന്നത്. പിന്നെ ഫസ്റ്റ് ജനറേഷനാണ് പ്രോസർ വരുന്നത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റാം വരുന്നത് DDR3 8GB റാമാണ്. അതുപോലെ തന്നെ 500GB ഹാർഡ് ഡിസ്ക്കാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കീബോർഡ് വർക്കിംഗ് ആണ്. 2-3 ലെറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കും. ഞാനിവിടെ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാണ് കീബോർഡ്. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നമ്മളൊരു എക്സ്റ്റേണൽ കീബോർഡും തരുന്നതാണ്. പിന്നെ ഇത് ബാറ്ററി ബാക്കപ്പ് ലോ ആണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ ഉള്ളൂ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന വീഡിയോസ് ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടി പറയാം. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 14 ഇഞ്ചാണ് വരുന്നത്. വെബ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ DVD റൈറ്റർ വരുന്നുണ്ട്, വർക്കിംഗ് ആണ്. പ്രോസർ വരുന്നത് i7 ഫസ്റ്റ് ജനറേഷൻ പ്രോസറാണ് വരുന്നത്. 8GB റാമാണ് വരുന്നത്. DDR3 500GB ഹാർഡ് ഡിസ്ക്കാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 5500 രൂപയാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോണത് ഈ ഒരു ലാപ്ടോപ്പാണ്. ഇത് നമുക്ക് പിന്നെ ഇഞ്ചക്സ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു രീതിയാണ് വരുന്നത്. ഇതും നമുക്ക് വരുന്നത് 14 ഇഞ്ചാണ് സ്ക്രീൻ സൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്പെക്ക് വരുന്നത് i3 4th ജനറേഷൻ പ്രോസറാണ് വരുന്നത്. 8GB റാമാണ് വരുന്നത്. 128ൻ്റെ SSD ആണ് വരുന്നത്. അതുപോലെ തന്നെ 500GB ഹാർഡ് ഡിസ്ക് സ്റ്റോറേജിനും ഉണ്ട്. പിന്നെ DVD റൈറ്റർ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കീബോർഡ് വർക്കിംഗ് അല്ല, ബാറ്ററി ബാക്കപ്പ് ഇല്ല. നമുക്ക് അഡാപ്റ്റർ കൊടുത്തിട്ട് യൂസ് ചെയ്യണം. ഇതിൻ്റെ കീബോർഡ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന എല്ലാ ലാപ്ടോപ്പിൻ്റെയും കീബോർഡ്, ബാറ്ററി എല്ലാം നമുക്ക് സ്പെയറുകളൊക്കെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്നും നമുക്ക് ലെയറായിട്ട് കിട്ടാത്തതൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത്, കീബോർഡിൻ്റെ പ്രൈസ് വരുന്നത് 1100 രൂപ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ കീബോർഡിന് നമുക്ക് വരുന്നത് 1300 രൂപ വരുന്നുണ്ട്. അത് നമ്മൾ 1 ഇയർ വാറണ്ടിയിൽ വരുന്നതാണ്. ഒരു 3 മന്ത് 6 മന്തിലൊക്കെ വരുന്നതാണെങ്കിൽ 750-650 രൂപ റേഞ്ചിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെയും ഞാൻ ഫുള്ള് ചെക്ക് ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇതിലും നമുക്ക്
VGA വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു HDMI ഔട്ട് വരുന്നുണ്ട്. നമുക്ക് TV യിൽ വേണമെങ്കിലും കൊടുക്കാം, നമുക്ക് എക്സ്റ്റേണൽ മോണിറ്ററിൽ വേണമെങ്കിലും കൊടുക്കാം. അത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള ലാപ്ടോപ്പിലും ആ ഒരു രീതിയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് വരുന്നത് 128-ൻ്റെ SSD വരുന്നുണ്ട്, 500 GB ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് വരുന്നുണ്ട് നോർമൽ, 8 GB റാമാണ് വരുന്നത്, DDR3 i3 4th ജനറേഷൻ പ്രോസറാണ് വരുന്നത്. വെബ് ക്യാമറ വരുന്നുണ്ട്, DVD റൈറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു രീതിയാണ് ഇതിൽ വരുന്നത്. നമുക്ക് 1, 2, 3 USB പോർട്ട് വരുന്നുണ്ട്. ഈ സൈഡിലാണ് ഇതിൻ്റെ DVD റൈറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്. VGA വരുന്നുണ്ട്, HDMI വരുന്നുണ്ട്, കാർഡ് റീഡർ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. പിന്നെ ബാറ്ററി ഡെഡാണ്. അതുപോലെ തന്നെ കീബോർഡും വർക്കിംഗ് അല്ല. ഇതിൻ്റെയൊക്കെ ഞാൻ മോഡൽ നമ്പർ ഞാൻ എല്ലാതിൻ്റെയും സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് 4500 രൂപയാണ്. അപ്പോൾ ഇത് 4500 രൂപക്ക് ഇത് എന്തായാലും നിങ്ങൾക്ക് 100% വെർത്താണോ അല്ലെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ M.SSD ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോർമൽ SSDക്ക് തന്നെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ 500 GB ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഈ 2 ഹാർഡ് ഡിസ്ക് തന്നെ നിങ്ങൾക്ക് വർത്താണ്. പിന്നെ പ്രോസർ വരുന്നത് i3 4th ജനറേഷനാണ്. ഇതിൽ നമുക്ക് സ്ക്രീനിൽ നമുക്ക് കോർണറിൽ മൊത്തം 4 സൈഡിലും ഒരു വൈറ്റ് സ്ക്രീൻ വരുന്നുണ്ട് കേട്ടോ. അത് പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ കൂടാനോ കുറയാനോ ഒന്നും ചാൻസ് ഒന്നുമില്ല. നമുക്കത് വർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ മോണിറ്റർ വേണമെങ്കിലും ചെയ്തു തരാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4500 രൂപയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ലാപ്ടോപ്പ് ഈ ഒരു ലാപ്ടോപ്പാണ്. സ്ലിം ലാപ്ടോപ്പാണ് കേട്ടോ, വെയ്റ്റ്ലെസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ കണക്ടിവിറ്റി പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ HDMI വരുന്നുണ്ട്, ഒരു USB പോർട്ട് വരുന്നുണ്ട്, ചാർജർ ഇൻപുട്ട് ഈ ഒരു രീതിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു USB പോർട്ട് വരുന്നുണ്ട്, ഇവിടെ നമുക്കൊരു MT പോർട്ട് വരുന്നുണ്ട്, ഒരു എതർനെറ്റിൻ്റെ പോർട്ട് ഈ സൈഡിൽ വരുന്നുണ്ട്. ഈ സൈഡിലാണ് ഒരു USB പോർട്ട് വരുന്നത്, ഒരു ഓഡിയോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് DVD റൈറ്റർ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെക്കിലേക്ക് വരാം. ഇതിൻ്റെ സ്പെക്ക് വരുന്നത് i5 5th ജനറേഷനാണ് പ്രോസർ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് 1 TB ഹാർഡ് ഡിസ്ക്കാണ് വന്നിട്ടുള്ളത്. DDR3 8 GB റാമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിലെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് ഇല്ല, ബാറ്ററി ഡെഡാണ്, ബാറ്ററി റീപ്ലേസ് ചെയ്യണം. വേറെ കീബോർഡ് മൗസ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. സ്ക്രീന് കാര്യമൊക്കെ നമുക്ക് ഫുൾ HD 4K വീഡിയോസൊക്കെ വർക്ക് ചെയ്യുന്ന സ്ക്രീനാണ് വന്നിട്ടുള്ളത്. i5 5th ജനറേഷനാണ് പ്രോസർ വരുന്നത്. ഇതിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ലാപ്ടോപ്പിലും OS നമ്മൾ ചെയ്തിട്ടുള്ളത് Windows 10 Pro ആണ്. എല്ലാത്തിലും നമുക്ക് Windows 11 ഒക്കെ സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ചെക്ക് ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താം. പ്രൈസ് വരുന്നത് 6500 രൂപയാണ്. ഈവൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസർ ഞാൻ പറഞ്ഞിട്ടായിരുന്നു, Core i5 5th ജനറേഷൻ പ്രോസറാണ് വരുന്നത്. 1 TB ആണ് നോർമൽ ഹാർഡ് ഡിസ്ക്, 8 GB ആണ് റാം വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാ ലാപ്ടോപ്പിലും നമുക്ക് വൈഫൈ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്ത് പറയാത്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 6500 ആണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വീണ്ടും ഈ ഒരു ലാപ്ടോപ്പാണ്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 15.6 ആണ്. പേപ്പർ LED ആണ് വരുന്നത്. ഡെല്ലാണ് ബ്രാൻഡ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയാണ്. നമ്മളിത് കാണിച്ചിട്ടുള്ള എല്ലാ ലാപ്ടോപ്പും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല, ഇഞ്ചക്ഷനോ കാര്യങ്ങൾക്കൊന്നും പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത്
പിന്നെ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് 1 2 3 USB പോർട്ട് വരുന്നുണ്ട്, ഒരു എതർനെറ്റ് പോർട്ട് വരുന്നുണ്ട്, ഒരു HDMI പോർട്ട് വരുന്നുണ്ട്, ഫാന്, വിൻഡോ കാര്യങ്ങൾ, അതുപോലെ തന്നെ അഡാപ്റ്റർ ഇൻപുട്ട് ഈ സൈഡിലാണ് വരുന്നത്. ഈ സൈഡിൽ നമുക്കൊരു DVD റൈറ്റർ വരുന്നുണ്ട്, ഒരു USB പോർട്ടും വരുന്നുണ്ട്. ടോട്ടൽ 4 USB പോർട്ട് വരുന്നുണ്ട് ഈ ഒരു ലാപ്ടോപ്പിന്. ഇതിൻ്റെ പ്രോസർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, i3 സെക്കൻഡ് ജനറേഷൻ ആണ് പ്രോസർ വരുന്നത്. 8GB RAM ആണ് വരുന്നത്. ഹാർഡ് ഡിസ്ക് വരുന്നത് 500GB ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മോഡൽ നമ്പർ ഇതൊക്കെ ചെക്ക് ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് 4500 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ പോരായ്മ വരുന്നത് ഇതിൻ്റെ കീബോർഡ് വർക്കിംഗ് അല്ല, എക്സ്റ്റേണൽ. ഇതിൻ്റെ കൂടെ നമ്മൾ കീബോർഡ് വർക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ എക്സ്റ്റേണൽ കീബോർഡ് തരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് ഇല്ല. അങ്ങനെയാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ DVD റൈറ്റർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞായിരുന്നു i3 സെക്കൻഡ് ജനറേഷനാണ് പ്രോസർ വരുന്നത്. 500GB ഹാർഡ് ഡിസ്ക്, 4GB RAM. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4500 രൂപയാണ്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ നമ്മളെ ലാസ്റ്റ് പരിചയപ്പെടാൻ പോകുന്ന ഡെല്ല് ലാപ്ടോപ്പ് ഈ ഒരു ലാപ്ടോപ്പാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു രീതിയാണ് വരുന്നത്. ഫ്രണ്ട് നമുക്ക് ഈ രീതിയാണ്. ഇവിടെ നമുക്ക് സൈഡിലാണ് ഇതിൻ്റെ ഒരു HDMI വരുന്നുണ്ട്, ഒരു VGA ഔട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു USB, ഒരു മൈക്ക് ഇൻപുട്ട്, ഒരു മൈക്ക് ഔട്ട്പുട്ട്, ഒരു RJ45 എതർനെറ്റ്, ഫാന്, വിൻഡോ. പിന്നെ ഈ സൈഡിൽ നമുക്ക് DVD റൈറ്റർ വരുന്നുണ്ട്, 2 USB പോർട്ട് വരുന്നുണ്ട്. ടോട്ടൽ 3 USB പോർട്ട് വരുന്നുണ്ട്. ബാക്കിലാണ് ഇതിൻ്റെ അഡാപ്റ്റർ ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 15.6 ആണ് വരുന്നത്. കീബോർഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മൗസ് പാഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്പെക്ക് വരുന്നത് 320GB ആണ്. ഹാർഡ് ഡിസ്ക് വരുന്നത്, റാം വരുന്നത് 3GB RAM ആണ് വരുന്നത്, DDR3. പ്രോസസ്സർ വരുന്നത് i3 സെക്കൻഡ് ജനറേഷൻ പ്രോസസ്സറാണ്. അപ്പോൾ ഇതും ചെക്ക് ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് 4000 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാ ലാപ്ടോപ്പിൻ്റെയും പ്രൈസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ഹാർഡ് ഡിസ്ക്, റാം കാര്യങ്ങളൊക്കെ പ്രൈസ് എത്രയെന്നുള്ളത് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാം.
അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് തന്നെ ഉള്ളൂ ഇതിനൊക്കെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 4000 രൂപയാണ്. ഇത് i3 സെക്കൻഡ് ജനറേഷനാണ് പ്രോസർ വരുന്നത്. അതുപോലെ തന്നെ വിൻഡോസ് 10 Pro ആണ് ഇതിന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. കീബോർഡ്, മൗസ് പാഡ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അതിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് ഇല്ല എന്നുള്ളതാണ്. വേറെ പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. വൈഫൈ, ബ്ലൂടൂത്ത്, DVD റൈറ്റർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളുടെ ലൊക്കേഷനുമായിട്ടുള്ള അടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഷൊർണൂർ പട്ടാമ്പിയാണ്. നമുക്കൊരു 12 കിലോമീറ്ററാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് കൊറിയറും അവൈലബിൾ ആണ്. എങ്കിലും നമുക്ക് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ലൊക്കേഷനിൽ ഒന്ന് വാങ്ങിക്കാവും നല്ലത്. എൻ്റെ റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 200 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്തേക്ക് ഞാൻ എത്തിച്ചു തരും. അപ്പോൾ നമുക്കൊരു ട്രാവലിംഗ് ചാർജ് നിങ്ങളൊരു 300 രൂപ എക്സ്ട്രാ തരേണ്ടി വരും. കൊറിയർ ചാർജ് ആണെങ്കിലും നമുക്ക് എക്സ്ട്രാ 300 രൂപ വരും. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ സെയിൽസ് റിലേറ്റഡ് വീഡിയോസ് മാത്രമല്ല കേട്ടോ, നമ്മൾ സർവീസ് റിലേറ്റഡ് വീഡിയോസുകളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ 4000 രൂപ മുതൽ ഡെസ്ക്ടോപ്പുകൾ, അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഡെസ്ക്ടോപ്പുകൾ, ഗെയിമിംഗ് ഡെസ്ക്ടോപ്പുകൾ എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഡെൽ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ വരുന്ന ലാപ്ടോപ്പുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കീബോർഡ്, ബാറ്ററി ഒന്നും ഞാൻ മാറ്റി കൊടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് എനിക്ക് സമയമില്ലാത്തത് കാരണമാണ്. നമുക്ക് വേറെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മിക്ക ആളുകളും ഈ ഒരു രീതിയിലാണെങ്കിലും വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ കീബോർഡിൻ്റെ, ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി മാറ്റാൻ നമുക്ക് ഒരു 650 രൂപ വരും. അപ്പോൾ അത് ഞാൻ കമ്മിയാക്കിയിട്ടാണ് ഞാൻ 4000 രൂപ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ലാപ്ടോപ്പിലും പ്രൈസ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമുക്ക് ഇപ്പോൾ ഒരു 500 GB ഹാർഡ് ഡിസ്ക് മാത്രമായിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് 4600 രൂപയുടെ അടുത്ത് ഒരു ഹാർഡ് ഡിസ്കിന് മാത്രം, ഫ്രഷിൻ്റെ കാര്യം പറഞ്ഞിട്ട് 1 ഇയർ വാറണ്ടി വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ബ്രാൻഡഡ് ഹാർഡ് ഡിസ്കുകൾ തന്നെയാണെന്ന്, കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് റാമിൻ്റെയും ഹാർഡ് ഡിസ്കിൻ്റെയും പ്രൈസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെയാണ്. ഏതെങ്കിലും കാലത്താവും നിങ്ങളത് കറങ്ങി തിരിഞ്ഞ് കാണുക. അപ്പോൾ വീഡിയോ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, സെയിൽസ് റിലേറ്റഡ് വീഡിയോസിൽ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ ഒരിക്കലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക ചെയ്യരുത്. എല്ലാ സെയിൽസ് റിലേറ്റഡ് വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ ഞാൻ ഫസ്റ്റ് പിൻ ചെയ്ത് വെക്കും. ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ഏത് രീതിയിലാണ്, ഇപ്പോൾ നിലവിലുണ്ടോ, സോൾഡ് ആണോ, ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ 5 ലാപ്ടോപ്പും ഒന്നിച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ഒരു ഓഫർ ഉണ്ട്. ഇത് കൂടുതലായിട്ടും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും DTP സെൻറ്ററിലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും കീബോർഡ് വാങ്ങിക്കാതെ, ഇതിൻ്റെ കീബോർഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഒരു 750-800 രൂപയുടെ അടുത്ത് വരും. അതല്ലാതെ നമുക്ക് ഇതുപോലുള്ള നോർമൽ കീബോർഡ്, മൗസ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ, നിങ്ങളുടെ ലാബിൽ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് 5 ലാപ്ടോപ്പ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഞാൻ റേറ്റ് കമ്മിയാക്കി ചെയ്തു തരാം. ഇത് 5 ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് വരുന്നത് വെറും 18,000 രൂപയാണ്. ഞാനിത് ഓരോ ലാപ്ടോപ്പും നമ്മൾ 6500, 5500 പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പുകളുണ്ട്. അങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ടോട്ടൽ 25,000 രൂപക്ക് അടുത്ത് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ മൊത്തം എല്ലാം പാടെ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ടോട്ടൽ 18,000 രൂപക്ക് ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് സേവ് 7,000 രൂപ കമ്മിയാണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽക്കോ കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്ന പോലെ ടേബിളിൽ വെച്ചിട്ട് അഡാപ്റ്റർ കൊടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. നിങ്ങൾക്ക് ഇതിൻ്റെതായിട്ടുള്ള കീബോർഡോ ബാറ്ററി ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ടോട്ടൽ 5 ലാപ്ടോപ്പും കൂടെ നിങ്ങൾക്ക് 18,000 രൂപക്ക് ചെയ്തു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5,500, അതുപോലെ തന്നെ 4,500, 6,500, i5 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 6,500 അതുപോലെ തന്നെ പിന്നെ 4,500, അങ്ങനെ പലതും പല രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്കിത് 18,000 രൂപക്ക് ഇത് 5ഉം എടുക്കുന്ന ആളുകൾക്ക് ഇത് എനിക്ക് തോന്നുന്നു 4,000 രൂപ പോലും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വീഡിയോ കണ്ടവർക്കും സബ് ചെയ്തവർക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു ഡിവൈസാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യേണ്ട ചോദ്യം ഇതാണ്, ഇത് ടോട്ടൽ വാങ്ങിക്കുമ്പോൾ 5 ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ പ്രൈസ് എത്രയാണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18,000 രൂപ. അപ്പോൾ നിങ്ങൾ 18,000 രൂപ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് 26-ാം തീയതിയാണ്. അടുത്ത മാസം 5-ാം തീയതി ഞാൻ ഇതിൻ്റെ വിന്നറെ കണ്ടെത്തും. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാനുള്ളത് ഈ ഒരു
ഡിവൈസാണ്. ഇത് നമ്മൾ അടുത്തത് നമ്മൾ ചെയ്യണത് പിന്നത്തെയൊക്കെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പാർട്ടി സ്പീക്കറോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറോ എന്തെങ്കിലുമൊക്കെ നമ്മളെ സെയിൽസ് റിലേറ്റഡ് വീഡിയോസിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വീഡിയോ കണ്ട ഉടനെ ഒരിക്കലും വാട്സപ്പിൽ മെസ്സേജ് അയക്കരുത്. ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഫസ്റ്റ് പിൻ ചെയ്യും. ഇതിൽ ഏതെങ്കിലുമൊക്കെ സോൾഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നോക്കിയതിന് ശേഷം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അതുപോലെ തന്നെ കോൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ഡിവൈസുകളൊക്കെ കൊടുത്തത് ഏത് രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആൻഡ്രോയിഡ് ബോക്സിൽ വിന്നറെ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു രീതിയാണ്. അപ്പോൾ മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഏത് രീതിയിലാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങളത് കയറി കാണുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഇത് നല്ല ടെക്നോളജി റിലേറ്റഡ് വീഡിയോ കൊണ്ടുവരാം. ബൈ.